ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എ ഇ ഐ ഒ യു ഇതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് അത് കണ്ടിട്ട് വരിക. സോ ഈ വീഡിയോ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. എ ഇ ഐ ഒ യു ഇതെന്താണ്? ഇംഗ്ലീഷിലുള്ള കുറച്ച് ലെറ്റേഴ്സ് ആണല്ലേ. ഇതിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? വവൽസ് ആണല്ലേ. വവൽസ് ആണ് എ ഇ ഐ ഒ യു എന്ന് പറയുന്നത്. ഇനി ഈ എ ഇ ഐ ഒ യു ഒഴിച്ചുള്ള ബാക്കിയുള്ള എല്ലാ ലെറ്റേഴ്സിനെയും നമ്മൾ കോൺസണൻസ് എന്നാണ് പറയുന്നത്. ഇന്നിപ്പോ നമുക്ക് വവൽസിനെ കുറിച്ച് സംസാരിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരാള് ജോലി ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയുന്നു പറഞ്ഞപ്പോൾ ഐ ആം എ ടീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ ആം എ ടീച്ചർ. ഐ ആം എ ടീച്ചർ. ഇനിയിപ്പോ ടീച്ചറിന് പകരം ഒരു ആക്ടർ ആയിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ പറയുന്നത്? ആക്ടർ ആയിരുന്നെങ്കിൽ ഐ ആം എ ആക്ടർ എന്ന് പറയോ? ഇല്ല. ഈ എ എന്ന് പറയുന്ന ഈ ഒരു ലെറ്റർ ഒരു വവൽ ആണ്. വവൽ സൗണ്ട് ആണ് നമ്മൾ നോക്കുക. ഞാൻ പറഞ്ഞുതരാം. ഐ ആം ആൻ ആക്ടർ എന്നാണ് പറയാം. ഐ ആം ആൻ ആക്ടർ എന്നാണ് പറയാ. വവൽസ് അല്ല, വവൽ സൗണ്ട്സ് വരുന്ന സമയത്ത് ഇവിടെ ആക്ടർ എന്ന് പറയുമ്പോൾ ആ സൗണ്ട് ആണ് വരുന്നത്. വവൽ സൗണ്ട്സ്. വവൽ സൗണ്ട്സ് ആ സൗണ്ട് വരുമ്പോൾ എ ഇ ഐ ഒ യു ഇതിൽ ഏതെങ്കിലും ഒരു സൗണ്ട് വരുന്ന സമയത്ത് നമ്മൾ ആൻ ആണ് യൂസ് ചെയ്യുക. ഐ ആം ആൻ ആക്ടർ. അപ്പോൾ ആൻ യൂസ് ചെയ്യും. ഇനിയിപ്പോൾ അക്കൗണ്ടന്റ് ആണെങ്കിലോ ഐ ആം ആൻ അക്കൗണ്ടന്റ് എന്നാണ് വരിക. ഇനിയിപ്പോൾ ഐ ആം ഡോക്ടർ എന്നാണെങ്കിൽ ഐ ആം എ ഡോക്ടർ എന്നാണ് വരിക. ബിക്കോസ് ഡി എന്ന് പറയുന്നത് ഇതിലുള്ള ഒരു ലെറ്റർ ആണോ? അല്ലല്ലോ. അപ്പം ഐ ആം എ ഡോക്ടർ എന്നാണ് വരിക. ഐ ആം എ ഡോക്ടർ. സോ വവൽ സൗണ്ട്സ് വരുന്ന സമയത്ത് നമ്മൾ എ അല്ല യൂസ് ചെയ്യുന്നത്, ആൻ ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ ഒരു യൂറോപ്യൻ കൺട്രി എന്ന് പറയണം എന്ന് വിചാരിക്കാം. യൂറോപ്പിന്റെ സ്പെല്ലിംഗ് എന്താ? EUROPEAN. യൂറോപ്യൻ കൺട്രി. ഒരു യൂറോപ്യൻ കൺട്രി എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത് എന്തായിരിക്കും? ഇതിന്റെ ഫസ്റ്റ് ലെറ്റർ ആയിരിക്കും. ഇവിടെ ഇപ്പൊ ഇ ആണ് ലെറ്റർ വരുന്നത്. പക്ഷെ നമ്മൾ ഒരിക്കലും ആൻ യൂറോപ്യൻ കൺട്രി എന്ന് പറയില്ല. നമ്മൾ എ യൂറോപ്യൻ കൺട്രി എന്ന് മാത്രമേ പറയുള്ളൂ. അതിന് കാരണം എന്ന് പറയുന്നത് ഇവിടെ യൂറോപ്പ് എന്ന് പറയുമ്പോൾ സൗണ്ട് വരുന്നത് യു ആണ്. വൈ സൗണ്ട് ആണ്, ഈ സൗണ്ട് അല്ല. വൈ സൗണ്ട് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ എ യൂറോപ്യൻ കൺട്രി എന്നാണ് പറയാ. ആൻ യൂറോപ്യൻ കൺട്രി എന്ന് പറയില്ല. ഇനിയിപ്പോ അംബ്രല്ല എന്ന് പറഞ്ഞാൽ വേറൊരു വേർഡ് എടുക്കാം. അംബ്രല്ല. അംബ്രല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആൻ ആണ് യൂസ് ചെയ്യുക. ആൻ അംബ്രല്ല എന്നാണ് പറയാ. പക്ഷെ അതിന് കാരണം ഇവിടെ യു ഉണ്ടായതുകൊണ്ടല്ല. ഇവിടെ അംബ്രല്ലയുടെ സൗണ്ട് വരുന്നത് ആ സൗണ്ട് ആണ്. ആ സൗണ്ട് വരുന്നത് കൊണ്ടാണ് നമ്മൾ ആൻ അംബ്രല്ല എന്ന് പറയുന്നത്. അത് ഈ യു ലെറ്റർ കാരണമല്ല. ലെറ്റർ അല്ല, സൗണ്ട് ആണ്. ഈ ഒരു കാര്യം ഓർത്തു വെക്കുക. എ ഇ ഐ ഒ യു എന്ന് പറയുന്നത് വവൽ ലെറ്റേഴ്സ് ആണ്. പക്ഷെ വവൽ സൗണ്ട്സ് നോക്കിയിട്ടാണ് നമ്മൾ ഒരു വേർഡിന്റെ മുന്നിൽ എ ചേർക്കണോ അതോ ആൻ ചേർക്കണോ എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എയും ആനും ഏതൊക്കെ സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ പഠിച്ചു. ഇനിയും ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ ക്ലാസ് വേണം എന്ന് കമന്റ് ചെയ്താൽ മതി. നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ടിന് ഇംഗ്ലീഷ് പഠിക്കണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പേജ് ഫോളോ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഒരു ഡേയിൽ കാണാം. താങ്ക് യു. English Mitra. Stop worrying, start learning.